സംഹാരുദ്രയായി കോപാകുലയായ ശ്രീഭദ്ര ഒരു നിമിഷം ദാരികനെ തീക്ഷ്ണമായ നയനങ്ങളോട് നോക്കുന്നു. ദേവി കുടികൊള്ളുന്ന ദേവിയുടെ ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറി ദാരിക പോരാളികൾ ദേവിയുടെ നിലവിളക്കും കവർന്നെടുത്ത് അതും ഉയർത്തിക്കാട്ടി ദേവിയെ പ്രകോപിതയാക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയ ദാരിക പോരാളികളെ തൃക്കൻ പാർത്ത ശ്രീഭദ്ര കോപാകുലയായി ദാരികനെ തൃക്കൻ പാർത്തപ്പോൾ ദേവിയെ പരിഹസിച്ച് ദാരികനും ദാരിക പോരാളികളും നൃത്തം വെച്ച് ദേവിയെ പ്രകോപിതയാക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ ആസ്ഥാനത്തു നിന്നും കവർന്നെടുത്ത സാധനങ്ങൾ തിരികെ എടുക്കുവാൻ ശ്രീഭദ്ര ദാരികന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളി ദാരിക പടയാളികളെ ആട്ടി ഓടിച്ച് ദാരിക പടയാളികൾ കവർന്നെടുത്ത സാധനങ്ങൾ തിരികെ എടുക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ച ദേവിയുടെ തീക്ഷ്ണ നയനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ശക്തനല്ലാത്ത ദാരികൻ മായയായി മറഞ്ഞ് ദേവിയുമായി യുദ്ധം ചെയ്യുവാൻ ശ്രമിക്കാതെ ഇരിക്കുമ്പോൾ ദുർഗാദേവി ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷയായി ദാരികന്റെ പത്നി മനോദരിയുടെ പക്കൽ ഉള്ള മണിമന്ത്രം കരസ്ഥമാക്കിയാൽ മാത്രമേ ദാരികന്റെ ശക്തി ക്ഷയിക്കുകയുള്ളൂ എന്ന് അരുളി ചെയ്യുന്നു. ദുർഗാദേവി ദരിദ്ര ബ്രാഹ്മണ കനികയുടെ വേഷം ധരിച്ച് ദാരികാപുരിയിലെത്തി ദാരികന്റെ പത്നി മനോദരിയുടെ പക്കൽ നിന്നും ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത മണിമന്ത്രങ്ങൾ കരസ്ഥമാക്കി ശ്രീഭദ്രയ്ക്ക് പ്രദാനം ചെയ്യുന്നു. അതോടെ ദാരികന്റെ ശക്തി ക്ഷയിക്കുന്നു.
ഇവൻ ദാരികന് പ്രദാനം ചെയ്ത മണിമന്ത്രങ്ങൾ ദുർഗാദേവി ദാരികപത്നി മനോദരുടെ പക്കൽ നിന്നും കരസ്ഥമാക്കി ശ്രീഭദ്രയ്ക്ക് പകർന്നു കൊടുത്തപ്പോൾ ദാരികന്റെ പത്നി ആ മന്ത്രങ്ങൾ മറന്നുപോകുന്നു. മണിമന്ത്രങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ അത് പറഞ്ഞു കൊടുക്കുന്നയാൾ മറന്നുപോകും എന്ന സത്യം ദാരികന്റെ പത്നിക്ക് അറിയില്ലായിരുന്നു. രണഭൂമിയിൽ എഴുന്നള്ളുന്നതിന് മുമ്പ് ദാരികൻ തനിക്കറിയാവുന്ന മണിമന്ത്രങ്ങൾ മനോദരിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ദാരികൻ ആ മന്ത്രങ്ങൾ മറന്നുപോയി. മണിമന്ത്രം നഷ്ടപ്പെട്ട ദാരികന്റെ പോരാളികളുടെ ശരീരത്തിൽ നിന്നും ശക്തി ക്ഷയിച്ച് തങ്ങൾ അപരാധം ചെയ്തു എന്ന് ബോധ്യമായ ദാരികനും പടയാളികളും ദേവിയുടെ കോപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമേ എന്ന് ദേവിയുടെ ഭക്തരോട് കേണപേക്ഷിക്കുന്ന കാഴ്ച. ദേവിയുടെ കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ദേവിയോട് പ്രാർത്ഥിക്കണമേ എന്ന് ദാരികനും പടയാളികളും ദേവിയുടെ ഭക്തരോട് ആവശ്യപ്പെടുന്നു. തങ്ങൾ ചെയ്ത സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ എന്ന് ദേവിയുടെ തൊഴുകൈകളുമായി നിന്ന് ദാരികനും പടയാളികളും ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ ഭക്തരോട് തങ്ങളുടെ ജീവൻ പ്രദാനം ചെയ്യുവാൻ ദേവിയോട് പ്രാർത്ഥിക്കണമെന്ന് ദാരികനും പടയാളികളും താണുവീണ് അപേക്ഷിക്കുമ്പോൾ സംഹാരുദ്രയായ ശ്രീഭദ്ര ദാരികനെയും പടയാളികളെയും യമപുരിക്ക് അയക്കുവാൻ വെമ്പൽ പൂണ്ട് ദാരികനുമായി യുദ്ധം ചെയ്യുവാൻ ആറാമത്തെ യുദ്ധം നയിക്കുവാൻ രണഭൂമിയിൽ എഴുന്നള്ളുന്ന ഭക്തി നിർഭരമായ കാഴ്ച. ദേവിയുടെ തീക്ഷ്ണ നയനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ശക്തനല്ലാത്ത ദാരികരും ദാരിക പോരാളികളും ദേവിയുടെ ആസ്ഥാനത്ത് ദേവിയുടെ ഭക്തരുടെ കാൽക്കൽ തങ്ങളെ രക്ഷിക്കണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. മണിമന്ത്രം നഷ്ടപ്പെട്ട ദാരികന്റെ ശരീരത്തിൽ നിന്നും ശക്തിയുടെ സ്രോതസ് ചോർന്നു പോയപ്പോൾ ദേവിയുടെ വിജയത്തിനായി ദേവിയുടെ ഭൂതഗണങ്ങൾ രണഭൂമിയിൽ ആർപ്പ് വിളിച്ച് ദേവിയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു.